ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കുട്ടികൾ തമ്മിൽ വാശിയോടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഏറെ വർഷങ്ങൾക്കു ശേഷമുള്ള രംഗങ്ങളാണ്. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നൊരു യുവാവായിരുന്നു സിയോങ്. അതിനാൽ തന്നെ അവൻ്റെ അമ്മ അവൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് ഒരു ഫുഡ് വാങ്ങിക്കൊടുക്കുവാനായി കുറച്ച് പൈസ സിയോങ്ങിന് കൊടുക്കുകയാണ്. പക്ഷേ സിയോങ് അമ്മയുടെ ATM മോഷ്ടിക്കുകയും അതിൽ നിന്നും കൂടുതൽ പണം കൈപ്പറ്റുകയും ചെയ്തു. ഗെയിം ഭ്രാന്തനായിരുന്നവൻ ഈ ഒരു പണം ഉപയോഗിച്ചിരുന്നത് കുതിരപ്പന്തയത്തിൽ പങ്കെടുക്കാനായിരുന്നു. ഒരുപാട് തവണ തോറ്റെങ്കിലും ഒരു പന്തയത്തിൽ അവൻ വിജയിച്ചു. തൽഫലമായി സമ്മാനത്തുകയായി അവനെ കുറച്ച് പണവും ലഭിക്കാനിടയായി. സന്തോഷത്തോടെ അവൻ അതിൽ നിന്നും കുറച്ച് പണം അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയിക്ക് കൊടുത്തു. പുറത്തേക്കിറങ്ങിയ സമയത്താണ് അവൻ ആ കാഴ്ച കണ്ടത്. താൻ പണം കൊടുക്കാനുള്ള കുറച്ച് പേർ തന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ഓടി വരുന്നു. ഓടുന്ന വെപ്രാളത്തിനിടയിൽ അവൻ അവിടെ ഉണ്ടായിരുന്നൊരു യുവതിയുമായി കൂട്ടിമുട്ടാനിടയായി. അല്പസമയത്തിനകം തന്നെ പണം കിട്ടാനുള്ളവർ അവനെ പിടികൂടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കയ്യിലുണ്ടായിരുന്ന പണം അവർക്ക് കൊടുക്കാം എന്ന് കരുതി നോക്കിയപ്പോഴാണ് അതാ യുവതി മോഷ്ടിച്ചിരിക്കുകയാണ് എന്നുള്ള സത്യം വേദനയോടെ അവൻ മനസ്സിലാക്കിയത്. അവർ അവനെ മർദ്ദിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ പണം ഞങ്ങൾക്ക് തിരികെ തന്നില്ലെങ്കിൽ ഞങ്ങൾ നിന്റെ കിഡ്നി എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഫോമിൽ അവനെക്കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിക്കുകയും ചെയ്തു. കയ്യിലിനി 5 പൈസ ഇല്ലാത്തതിനാൽ ഗിഫ്റ്റായി കൊടുത്ത പണം തിരികെ വാങ്ങാൻ സിയോങ് നിർബന്ധിതനായി. ആ പണം ഉപയോഗിച്ചവൻ തൻ്റെ മകൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി ചെറിയൊരു ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. എന്താണ് മുഖത്ത് പറ്റിയതെന്ന് അവൻ്റെ മകൾ ചോദിച്ചെങ്കിലും അവൻ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് അവൻ തൻ്റെ മകളെ അവൻ്റെ മുൻ ഭാര്യയ്ക്ക് തിരിച്ചേൽപ്പിച്ചു. അവളിപ്പോൾ മറ്റൊരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ്. തൻ്റെ മകൾ തന്നെ വിട്ടുപോകുന്ന കാഴ്ചയെ അവൻ വേദനയോടെ നോക്കി നിന്നു. അന്ന് കുറച്ച് വൈകി പോയതിനാൽ തിരികെ പോകുവാനുള്ള അവൻ്റെ ട്രെയിൻ മിസ്സായി പോയിരുന്നു. ബോറടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിരുന്ന അവൻ്റെ പക്കലേക്ക് മറ്റൊരാളെത്തി. അയാൾ ഒരു ഗെയിം കളിക്കുവാനായി സിയോങ്ങിനെ ക്ഷണിച്ചു. നീ ജയിച്ചാൽ നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാം എന്നതായിരുന്നു അയാളുടെ വാഗ്ദാനം. പണം കണ്ടതോടെ സിയോങ് ഈ ഒരു ഗെയിം കളിക്കുവാനായി സമ്മതം അറിയിച്ചു. തുടരെ തുടരെ തോറ്റുകൊണ്ടിരുന്ന സിയോങ്ങിനെ അടിയായിരുന്നു പ്രതിഫലമായി കിട്ടിയിരുന്നത്. അങ്ങനെ ഒടുവിൽ ഒരു മത്സരത്തിൽ സിയോങ് വിജയിക്കുകയാണ്. അവനെ ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവൻ അയാളെ അടിക്കുവാനായി കയ്യൊങ്ങിയെങ്കിലും അയാളത് തടഞ്ഞുകൊണ്ട് സമ്മാനത്തുകയായ 1 ലക്ഷം രൂപ അവന് കൈമാറി. അടിക്കെട്ടിയെങ്കിലും കാശ് കിട്ടിയതോടെ സിയോങ് സന്തോഷവാനായി. താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഗെയിം കളിച്ച് ഒരുപാട് പണം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കാർഡ് കൈമാറിയതിനു ശേഷം അയാൾ അവിടെ നിന്നും തിരികെ പോയി. അന്നവൻ ഒരുപാട് സാധനങ്ങളുമായി വീട്ടിലേക്ക് ചെല്ലുകയും കുറച്ച് പണം അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തപ്പോഴാണ് നിന്റെ മകളെയും കൊണ്ട് മുൻ ഭാര്യയുടെ ഇപ്പോഴുള്ള ഭർത്താവ് അടുത്ത കൊല്ലം US പോകാനൊരുങ്ങുന്നതായി അവൻ്റെ അമ്മ അവനെ അറിയിക്കുന്നത്. ഈ ഒരു വാർത്ത കേട്ടതോടെ അവൻ വിഷമത്തോടെ തൻ്റെ മകളുടെ ഫോട്ടോ നോക്കി കിടക്കുകയാണ്. കാരണം അവളെ തനിക്കിനി വിട്ടുകിട്ടണമെങ്കിൽ ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരുമെന്ന് സിയോങ്ങിന് അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവൻ പണത്തിനായി കയ്യിലുണ്ടായിരുന്ന കാർഡെടുത്ത് ഗെയിം കളിക്കാൻ സന്നദ്ധനാണെന്ന് ഫോൺ വിളിച്ചറിയിച്ചു. പുറത്തു കാത്തു നിന്നിരുന്ന അവനെ പാസ്വേഡ് ചോദിച്ചതിനു ശേഷം ഒരു മുഖംമൂടിധാരി വാഹനത്തിലേക്ക് കയറ്റി. വാഹനത്തിലേക്ക് കയറിയ ഉടനെ തന്നെ അവർ സിയോങ്ങിനെ ബോധരഹിതനാക്കി. അതിൽ അവനെപ്പോലെ തന്നെ ബോധം കെട്ട് കിടന്നിരുന്ന മറ്റു ചിലരും ഉണ്ടായിരുന്നു. ശേഷം ആ വാഹനം ദൂരേക്ക് പാഞ്ഞു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൻ ആ ഗെയിം സംഘടിപ്പിച്ചിരുന്നവരുടെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവിടെ 486 പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ വ്യക്തികളെയും അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർ കർശനമായി നിരീക്ഷിച്ചിരുന്നു. പിന്നീട് അവൻ അവിടെ ഉണ്ടായിരുന്ന 1-ാം നമ്പറായ വൃദ്ധനെ പരിചയപ്പെട്ടു. എനിക്ക് ബ്രെയിൻ ട്യൂമറാണ്. ഇനി അധിക കാലമൊന്നും ആയുസ്സില്ല. അതിനാലാണ് താൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്ന് വൃദ്ധൻ സിയോങ്ങിനോട് പറഞ്ഞു. ഈ ഒരു സമയത്താണ് 2 മത്സരാർത്ഥികൾ തമ്മിൽ വഴക്ക് കൂടുന്നത് സിയോങ് കാണാനിട വരുന്നത്. അതിലെ ഒരാൾ സിയോങ്ങിൻ്റെ പൈസ അടിച്ചു മാറ്റിയിരുന്ന സൈബിയോക്ക് എന്ന യുവതിയായിരുന്നു. തൻ്റെ പണം തിരികെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് സിയോങ് സൈബിയോക്കിനോട് ദേഷ്യപ്പെട്ടു. ഈ ഒരു നേരത്താണ് ആ ഗെയിമിൻ്റെ സംഘാടകർ ഒരു പിങ്ക് യൂണിഫോം ഇട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. 6 ഗെയിമുകളാണ് നമുക്കിവിടെയുള്ളത്. അതിൽ ജയിക്കുന്നവർക്ക് ഒരുപാട് പണം ലഭിക്കുമെന്ന് അവർ മത്സരാർത്ഥികളോട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം ആ ഗെയിമിൽ പങ്കെടുക്കുവാനുള്ള കോൺട്രാക്ട് പേപ്പറിൽ സൈൻ ചെയ്യുകയാണ്. ആ ഗെയിമിനെ
3 റൂളുകളുണ്ടായിരുന്നു. ഒന്ന്, ഗെയിം തുടങ്ങിയതിനു ശേഷം ആർക്കും അതിൽ നിന്നും പുറത്തു പോകാനായി സാധിക്കുകയില്ല. 2, ഗെയിമിൽ തോൽക്കുന്നവർ പുറത്താകും. പുറത്താകുന്ന രീതി പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. 3, പ്ലെയേഴ്സിലെ ഭൂരിഭാഗം പേരും ഈ ഒരു ഗെയിം കളിക്കാൻ താല്പര്യമില്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതിനുശേഷം അവർക്ക് കളിക്കാനുള്ള ആ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കളിക്കളത്തിൽ വെച്ച് സിയോങ് അവൻ്റെ കുട്ടിക്കാലത്തെ ക്ലാസ്മേറ്റായിരുന്ന സാങ്വോയെ കണ്ടു. നീ ബിസിനസ്സിൻ്റെ ഭാഗമായി പുറത്താണെന്നാണല്ലോ ഞാൻ കേട്ടിരുന്നതെന്ന് സിയോങ് അവനോട് പറഞ്ഞു. അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ ഗെയിമിൻ്റെ തലവൻ സദാസമയം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയായി. ആ ഗെയിമിൻ്റെ റൂൾ വളരെ സിമ്പിളായിരുന്നു. ഗ്രീൻ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഓടണം, റെഡ് ലൈറ്റ് എന്ന് പറയുമ്പോൾ അനങ്ങാതെ നിൽക്കണം. അങ്ങനെ ചെയ്യാത്തവർ എലിമിനേറ്റ് ആവും. മാത്രവുമല്ല 5 മിനിറ്റിനുള്ളിൽ ക്രോസിംഗ് ലൈൻ കടക്കാത്തവരും ഈ ഒരു ഗെയിമിൽ നിന്നും പുറത്താകുന്നതായിരിക്കും. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് കളിച്ചിരുന്നൊരു ഗെയിമല്ലേ എന്ന് മത്സരാർത്ഥികളിൽ ഒരാൾ സിയോങ്ങിനോട് ചോദിച്ചു. അത്രയും സിമ്പിളായിരുന്നു ആ ഗെയിം. അങ്ങനെ മത്സരം ആരംഭിച്ചു. പാവക്കുട്ടി ഗ്രീൻ ലൈറ്റ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടതോടെ എല്ലാവരും ഓടുവാൻ ആരംഭിച്ചു. പെട്ടെന്നാണത് റെഡ് ലൈറ്റ് എന്ന് ഉച്ചരിച്ചത്. ഇത് കേട്ടിട്ടും ഒരു യുവാവ് അല്പദൂരം കൂടി മുന്നോട്ടേക്ക് നീങ്ങി. അവൻ പുറത്തായിരിക്കുകയാണെന്ന് പാവക്കുട്ടി വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ അവൻ വെടിയേറ്റ് നിലത്ത് വീണു. അപ്പോഴാണ് എലിമിനേഷൻ എന്നാൽ മരണമാണെന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത മറ്റു മത്സരാർത്ഥികൾക്കെല്ലാം മനസ്സിലായത്. ഉടൻ തന്നെ ഗെയിം പുനരാരംഭിക്കുകയും എലിമിനേഷനായ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഭയന്നുറച്ച മത്സരാർത്ഥികൾ രക്ഷപ്പെടാനായി ഗേറ്റിനരികിലേക്ക് ഓടിയെങ്കിലും റൂൾ തെറ്റിച്ചിരുന്നവരെല്ലാം ഗെയിമിൽ നിന്നും പുറത്താവുകയും കൊല്ലപ്പെടുകയും ചെയ്തു. അപകടം മനസ്സിലാക്കിയ സിയോങ് ആ ഗെയിമിൻ്റെ റൂളിനനുസരിച്ച് കളിക്കുകയാണ്. ഈ സമയത്ത് അവൻ്റെ കൂടെയുണ്ടായിരുന്ന പല മത്സരാർത്ഥികളും മരിച്ചു വീണിരുന്നു. എന്നാൽ ഈ നേരത്ത് സൈബിയോക്കും സാങ്വോയും അടക്കം കുറച്ച് മത്സരാർത്ഥികൾ ക്രോസിംഗ് ലൈൻ കടന്നിരുന്നു. അബദ്ധവശാൽ സിയോങ്ങും ഈ ഒരു ഗെയിമിൽ നിന്നും എലിമിനേഷൻ ആവേണ്ടതായിരുന്നെങ്കിലും തൊട്ടുപുറകിലുണ്ടായിരുന്ന മത്സരാർത്ഥി അവൻ്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ മത്സരം അവസാനിക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ ഭാഗ്യവശാൽ സിയോങ്ങിനും ആ മത്സരാർത്ഥിക്കും ഫിനിഷിംഗ് ലൈൻ കടക്കുവാൻ സാധിച്ചു. സമയം കഴിഞ്ഞതോടെ ആ ലൈൻ കടക്കാത്ത മത്സരാർത്ഥികളെല്ലാം എലിമിനേറ്റ് ആവുകയും അവരെയെല്ലാം നിഷ്കരണം വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ഈ ഒരു ഗെയിം നടന്നിരുന്നത് ആരുടെയും ശ്രദ്ധ എത്തിപ്പെടാത്ത ഒരു ദ്വീപിലായിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി എപ്പിസോഡ് 1 അവസാനിക്കുകയാണ്.